ഫാമിലി, നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ വീടിന്റെയൊക്കെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 7 സസ്യങ്ങളെ കുറിച്ചാണ്. അതിലെ തന്നെ രാജാവാണ് ഭൃംഗരാജ് എന്നറിയപ്പെടുന്ന ഈ ചെടി. നമ്മളുടെയൊക്കെ നാട്ടിൽ കയ്യൂന്യം, കയ്യന്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏത് ഹെയർ ഓയിൽ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഉണ്ടാവും ഈ ഭൃംഗരാജ്. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും പിന്നെ സ്കാൽപ്പിന്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് അകാലനര തടയാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. ഈ ചെടി കുറച്ച് നനവുള്ള മണ്ണിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അടുത്തത് നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ചെമ്പരത്തിയാണ്. ഇതിന്റെ ഇലയും പൂവും എല്ലാം മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒരുപാട് നല്ലതാണ്. നമ്മളുടെ സ്കിന്നിനെ യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കാൽപ്പിനെ യു വി റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ചെമ്പരത്തി കൊണ്ടുള്ള താളി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അകാലനര തടയാനും താരൻ കുറയ്ക്കാനും മാത്രമല്ല നല്ല ഒരു ഡീപ്പ് കണ്ടീഷനിങ് ആയിട്ടും നമുക്ക് ഈ ചെമ്പരത്തി താളി അല്ലെങ്കിൽ പാക്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് അലോവേരയാണ്. അലോവേര മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിൻ ഹെൽത്തിനും പിന്നെ ചില അസുഖങ്ങൾക്ക് മെഡിസിൻ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അലോവേരയിൽ അടങ്ങിയിട്ടുള്ള കോപ്പർ, സിങ്ക്, ചില അമിനോ ആസിഡ്സ് ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ സ്കാൽപ്പിലെ pH ലെവലും സെബം പ്രൊഡക്ഷനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും അലോവേര നല്ലതാണ്. അത് മാത്രമല്ല അലോവേരയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ എ, സി, ഇ ആൻഡ് വിറ്റമിൻ B12 നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനും ഹെയറിന്റെ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അലോവേരയ്ക്ക് സൂത്തിങ് ആൻഡ് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ പാക്കിലൊക്കെ ഇതൊരു ബേസ് ആയിട്ട് ഇതിന്റെ ജെല്ല് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ആൻഡ് ഫ്രിസി ആവാതെ ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് മൈലാഞ്ചി അഥവാ ഹെന്നയാണ്. ഈ ഹെന്നയിലെ ആന്റി ബാക്ടീരിയൽ ആൻഡ് ആസ്ട്രിജൻ പ്രോപ്പർട്ടി നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സ്ട്രാ ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഓയിൽ എല്ലാം റിമൂവ് ആക്കാനും pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. താരൻ കുറയ്ക്കാനും സ്കാൽപ്പിലെ സൺ ഡാമേജ് ഒക്കെ തടയാനും ഈ ഹെന്ന ഒരുപാട് നല്ലതാണ്. പിന്നെ ഒരു നാച്ചുറൽ ഹെയർ ഡൈ കൂടെയാണ് ഈ ഹെന്ന. പിന്നെ ഈ ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ഉള്ളവർ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹെയറിന് ഒരുപാട് നല്ലതായിരിക്കും. അടുത്തത് ആര്യവേപ്പിലയാണ്. ഈ ആര്യവേപ്പിലയ്ക്കുള്ളിലെ ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ താരം കുറയ്ക്കുക മാത്രമല്ല നന്നായിട്ട് ചൊറിച്ചിലുള്ള സ്കാൽപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അകാലനര തടയാനും ഹെയർ ഫോളിനും ഒക്കെ നല്ലതാണെങ്കിലും ഈ തലയിൽ പേനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പേനിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇതിന്റെ പാക്ക് ഇടുന്നത് അല്ലെങ്കിൽ ഇത് അരച്ചിട്ട് ഇതിന്റെ ജ്യൂസ് എടുത്ത് തേക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. അടുത്തത് നമ്മുടെ എല്ലാം പറമ്പിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തുളസിയാണ്. തുളസിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. താരൻ കുറയ്ക്കാനും തലയിലെ ചൊറിച്ചിൽ കുറയ്ക്കാന് അകാലനര തടയാന് ഒക്കെ ഈ തുളസി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. തുളസിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസും വിറ്റാമിൻ കെ ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഹെയർ പാക്കിലൊക്കെ ഒരു 8-10 തുളസി ഇല ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ്. അടുത്തത് നമ്മളുടെ പേരയിലയാണ്. പേരയിലയിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീൻ നമ്മുടെ മുടിയെ യു വി റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഹെയർ ഫോളിക്കിളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡേർട്ടും ഓയിലും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മുടിക്ക് ഒരു നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ടെക്സ്ചർ നൽകാനും പേരയിലയ്ക്ക് കഴിയും. പേരയിലയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി നമ്മുടെ കൊളാജൻ ആക്ടിവിറ്റിനെ ഇംപ്രൂവ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ ഈ 7 ഇലകൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ഇലകൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ വാങ്ങി ഉപയോഗിക്കുന്ന പല ഹെയർ ഓയിലിലെ മെയിൻ ഇൻഗ്രീഡിയൻസും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ആയിട്ട് ഹെയർ സീറം പോലെയൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.